ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവും സംവിധായകനുമായ മധു കൈതപ്രം അന്തരിച്ചു. പ്രമേഹത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പയ്യന്നൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ രാത്രി 11:30 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മധു കൈതപ്രം അന്തരിച്ചത്. പ്രമേഹരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഭൗതിക ശരീരം പുലർച്ചെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ മൃതദേഹം പയ്യന്നൂർ ഗാന്ധി പാർക്കിലും തുടർന്ന് കണ്ടോത്ത് സെൻട്രൽ സ്കൂളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം പയ്യന്നൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. സംവിധായകൻ ജയരാജിന്റെ അസോസിയേറ്റായാണ് മധു കൈതപ്രം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്. പയ്യന്നൂരിലെ അമച്ചർ നാടക കൂട്ടായ്മകളിലും സർഗ ഫിലിം സൊസൈറ്റിയിലും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഫിലിം ഫെസ്റ്റിവലുകളിലും സജീവമായിരുന്നു. കൊമേഴ്സ്യൽ ചിത്രങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി പ്രമേയത്തിലെ വ്യത്യസ്തതയും കരുത്തുമായി മധുവിന്റെ ചിത്രങ്ങൾ വേറിട്ട് നിന്നു. ആദ്യ ചിത്രമായ ഏകാന്തത്തിലൂടെ 2006 മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം നേടി. തുടർന്ന് മദ്യവേനൽ, ഓർമ്മ മാത്രം, വെള്ളി വെളിച്ചത്തിൽ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. മദ്യവേനലിനെ സംസ്ഥാന അവാർഡ് നിർണയ കമ്മിറ്റി തഴഞ്ഞതിൽ അദ്ദേഹത്തിന് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങാതെ, സാമ്പത്തിക നേട്ടമുണ്ടാക്കാതെ സിനിമയെ സ്നേഹിച്ച സംവിധായകനെന്ന വിശേഷണമാണ് മധു കൈതപ്രമെന്ന അനശ്വര പ്രതിഭയ്ക്ക് സിനിമാ ലോകം നൽകുന്നത്. റിപ്പോർട്ടർ, കണ്ണൂർ.